ഹലോ മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ എൻ്റെ വാഷിംഗ് മെഷീൻ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് ഞാൻ. അപ്പോൾ അത് വാഷിംഗ് മെഷീന് കഴിക്കാനും ക്ലീൻ ആക്കാനും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അവിടെ ആ ഒരു ബട്ടൺ കഴിക്കണത് നിങ്ങൾ കണ്ടില്ലേ? അതൊരു പ്രസ് ചെയ്യണ ബട്ടനാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇങ്ങനെ പൊന്തിച്ചെടുത്താൽ കിട്ടും. പിന്നെ നമ്മൾ അതിൻ്റെ സ്ക്രൂണ്ട് അതിൻ്റെ ഉള്ളിൽ, അതൊന്ന് കഴിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ മൂടി നമുക്ക് കൈ കൊണ്ടൊന്നും വലിച്ചാലൊന്നും കിട്ടില്ല. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ താനെ പൊന്തി വരും. ആ പൊന്തി വന്നിക്കണ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ ഇങ്ങോട്ടാണ് നമ്മൾ എടുക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ പൊടിയും വലിയും കൂടിയിട്ടൊന്നും കാര്യമില്ല കേട്ടില്ലേ മക്കളെ. പിന്നെ ഇനി നമുക്കതൊന്ന് ക്ലീൻ ആക്കുക. അതിൻ്റെ സൈഡിലുള്ളൊരു ഇതാണിത്, അതൊന്ന് കണ്ടു നോക്കി. എന്താ അതിൻ്റെ അവസ്ഥ? ഞാനാകെ ഞെട്ടിപ്പോയി. ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ അതിൻ്റെ ഉള്ളിലെ അവസ്ഥ ഒന്ന് നോക്കി. അത് മുഴുവൻ ചളിയാണ് കേട്ടോ. നമ്മളെ ഡ്രസ്സുകളെ നൂലുകളും അങ്ങനെ ഉള്ള ചളികളുമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കഴുകാതെ നമുക്ക് വാഷിംഗ് മെഷീൻ കഴുകാൻ അറിയില്ല, ക്ലീൻ ആക്കാൻ അറിയില്ല പറഞ്ഞിട്ട് ചില ആളുകൾ അതൊന്നും ചെയ്യാറില്ല. ചിലർ ഇടയ്ക്ക് ചെയ്യണവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വർഷമായി ചെയ്തിട്ട് കേട്ടോ. അത്രയും ചളി പിന്നെന്താ അത്രയും ചളിയും ഉണ്ടാകാൻ കാരണം മാപ്പിള പണി ഡ്രസ്സൊക്കെ ഞാൻ എനിക്ക് കയ്യിൽ കല്ലുമ്മ തിരുമ്പാൻ വയ്യാൻ തോന്നി അതിലിടലുണ്ട്. അങ്ങനെയാണ് കേട്ടോ ഇതിൽ കൂടുതൽ ഇത്രയും ചളി ഉണ്ടായത്. അപ്പോൾ ഇനി നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അതിന് നമുക്ക് കുറച്ച് സോപ്പും പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടേ നമ്മളിങ്ങനെ ചകിരി വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരച്ച് കഴിക്കുക. അതൊക്കെ പെട്ടെന്ന് ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഭാഗം നമ്മൾ ക്ലീൻ ആക്കൽ എങ്ങനെ അറിയാം? നമുക്ക് കഴുകുക, അത് ഊരിയെടുക്കാനൊന്നും പറ്റൂല. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, സോപ്പും പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഒന്ന് കുറച്ച് നേരം കറക്കിയെടുക്കുക. സ്വിച്ച് ഓണാക്കി ഒന്ന് കറക്കിയെടുത്താൽ ആ വെള്ളം ഒഴിവാക്കുക. അങ്ങനെ ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് വെള്ളം ഇങ്ങനെ സൈഡ് ഇങ്ങനെ ഒന്നിങ്ങനെ പിടിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ അത് ഊരാനും ഇതിനൊന്നും പറ്റൂല. അങ്ങനെയാണ് അവിടെ ക്ലീൻ ആക്കുക. അപ്പം ഇനി നമ്മളെ കഴിച്ച സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാ അല്ലാ. ഓക്കേ, ബൈ.